ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ എല്ലാ ചൊവ്വാഴ്ച തോറും നടന്നു വരുന്ന ദൈവവചന പഠന പരമ്പരയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ ഈ വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ മുഖ്യ അഡ്മിനായിരിക്കുന്ന കർത്താവിൽ ഞാൻ ബഹുമാനിക്കുന്ന ദൈവഭൃത്യൻ തോമസ് ചെറിയാൻ അവറുകൾ, ഈ മിനിസ്ട്രിയുടെ അനുഗ്രഹമേറിയിരിക്കുന്ന നേതൃത്വ നിരയിലായിരിക്കുന്ന അഭിഷിക്തന്മാർ, ഈ ക്ലാസ് ലൈവിൽ വാച്ച് ചെയ്യുന്ന എല്ലാ സഹോദര സഹോദരന്മാർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. എല്ലാ ചൊവ്വാഴ്ച തോറും നടന്നു വരുന്ന ദൈവവചന പഠനം നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ക്രിസ്തീയ ശിഷ്യത്വം എന്നുള്ള വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ ദിനങ്ങളിൽ ക്ലാസ്സുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള നിമിഷങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ക്രിസ്തീയ ശിഷ്യത്വം എന്നുള്ള വിഷയത്തിൻ്റെ തുടർഭാഗം നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മെല്ലാവരും സഹായിക്കട്ടെ. ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം ക്രിസ്തീയ ശിഷ്യത്വത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി മാറുക എന്ന് പറയുന്നത്, അഥവാ ശിഷ്യത്വത്തിൽ നാം കാണുന്ന ക്രിസ്തു മനോഭാവം. ഒരു ശിഷ്യനായിരിക്കുമ്പോൾ തന്നെ നിശ്ചയമായിട്ടും ആ വ്യക്തി തൻ്റെ ഗുരുവായിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ ദിവ്യമാർന്ന സ്വഭാവങ്ങൾക്ക് ഏറ്റവും മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കുക എന്നുള്ളത് ഏതൊരു ശിഷ്യനെ സംബന്ധിച്ച് പരമപ്രധാനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റോൾ മോഡൽ എപ്പോഴും കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഈ സെക്കുലർ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാം, പല വിദ്യാർത്ഥികളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് അവർ പഠിപ്പിക്കുന്നവരുടെ അധ്യാപകരാണ്. എന്നതുപോലെ തന്നെ ക്രിസ്തീയ ശിഷ്യത്വത്തിലും നമുക്കെല്ലാവർക്കും ഒരുപോലെ റോൾ മോഡലാക്കാൻ കഴിയുന്ന ഒരു അനുഗ്രഹീത വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ ഗുരുനാഥനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ഇപ്പോൾ ക്രിസ്തീയ ശിഷ്യത്വത്തിലെ ക്രിസ്തുഭാവം, അതാണ് നമ്മൾ ഈ 8ാമത്തെ എപ്പിസോഡിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുഭാവം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം. അതിനാധാരമായിട്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതിയ ലേഖനം, അതായത് ഫിലിപ്പിയ ലേഖനം 2ാമത്തെ അധ്യായം 4 മുതലുള്ള വേദാംശങ്ങൾ ശ്രദ്ധിക്കാം. ഫിലിപ്പിയ ലേഖനം 2ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ. ഓരോരുത്തൻ സ്വന്ത ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് യേശുക്രിസ്തുവിൻ്റെ ഭാവത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നത് 4ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളിലും എന്ന് പറയുമ്പോൾ നമ്മെല്ലാവരും ആ പരിധിയിൽ ഉൾപ്പെടുന്നവരാണ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ശിഷ്യന്മാരും ആ പരിധിക്കകത്ത് വരുന്നവരാണ്. അപ്പോൾ ക്രിസ്തുവിലുള്ള ഭാവം അത് നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്താണ് യേശു ക്രിസ്തുവിൽ നമ്മൾ കാണുന്ന ഭാവം, അല്ലെങ്കിൽ മനോഭാവം, അല്ലെങ്കിൽ എന്താണ് സ്വഭാവങ്ങൾ? അടുത്ത വാക്യം ശ്രദ്ധിച്ചാൽ അറിയാം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. അപ്പോൾ ഒരു ക്രിസ്തീയ
ശിഷ്യത്വത്തിൽ വെളിപ്പെട്ടു വരുന്ന ക്രിസ്തുവിൻ്റെ ഭാവം എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശുവിൽ ഒരു സമ്പൂർണ്ണ ദാസനെ നമ്മൾ കാണുകയാണ്. എന്താണ് ഈ ദാസൻ എന്ന് പറഞ്ഞാൽ? അല്പം കൂടെ ലളിതമായിട്ട് നമ്മളതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരടിമ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശകലനം ചെയ്യാം, അർത്ഥം കൊടുക്കാം. ഡ്യൂലോസ് എന്ന് പറയുന്നൊരു വാക്ക് അതിനെ കൊടുത്തിട്ടുണ്ട്, ഗ്രീക്ക് വാക്ക് ഡ്യൂലോസ്. സ്വാതന്ത്ര്യം വേണ്ട പോലെ ഇല്ലാത്ത ഒരു വ്യക്തിയെയാണ് ദാസൻ അല്ലെങ്കിൽ അടിമ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഗുരു, തങ്ങളുടെ മാസ്റ്റർ, യജമാനൻ എന്താണോ പറയുന്നത് അത് ഒരിക്കലും തിരിഞ്ഞ് ചോദ്യം ചെയ്യാതെ പറയുന്നത് കേൾക്കുന്ന അപ്പാടെ അനുസരിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ദാസൻ. അപ്പോൾ ക്രിസ്തീയ ശിഷ്യത്വത്തിൽ വെളിപ്പെടുന്ന, കാണുന്ന ഒരു ക്രിസ്തു ഭാവമാണ് ദാസൻ എന്ന് പറയുന്നത്. ഇന്ന് പലപ്പോഴും ഈ ഒരു മനോഭാവത്തിലേക്ക് ഇറങ്ങി വരിക എന്ന് പറയുന്നത് ചിലർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏത്? ദാസൻ അല്ലെങ്കിൽ അടിമ എന്നുള്ളത്. ആ നിലവാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറയുമ്പോൾ അല്പം വിഷമമുള്ള കാര്യമാണ്. എന്നാൽ യേശു ഇവിടെ കാണിക്കുന്ന മനോഭാവം എന്താണ്? ദൈവരൂപത്തിലിരിക്കെ, സാക്ഷാൽ അവൻ ദൈവമാണ്. വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് നമ്മളത് കാണുന്നുണ്ട്. അവൻ ദൈവ രൂപത്തിൽ തന്നെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവമാണവൻ. ആ ദൈവം എന്ത് ചെയ്യുന്നു? ആ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. ദാസനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന് സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടൊരു വ്യക്തിയാണ് ദാസൻ എന്ന് പറയുന്നത്. ചില വീടുകളിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ദാസന്മാരെ ധാരാളം കാണാൻ കഴിയുന്നുണ്ട്. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി അടിമകൾ, ദാസന്മാർ വീടുകളിൽ ഉണ്ടായതായിട്ട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണോ യജമാനൻ പറയുന്നത് അതുപോലെ അനുസരിക്കുക, അത് ചെയ്യുക എന്നുള്ളതാണ്. യേശുവിലുള്ളതായിരിക്കുന്ന ദാസ മനോഭാവം വെളിപ്പെട്ട ഒരു സന്ദർഭം നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിൽ കാണുന്ന ദാസ മനോഭാവം വെളിപ്പെട്ട ഒരു സന്ദർഭം നമുക്കവിടെ കാണാൻ കഴിയുകയാണ്. 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതലൊന്ന് ശ്രദ്ധിക്കാം. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അത്താഴമായപ്പോൾ പിശാച് ശിമോന്റെ മകനായ യൂദാ ഇസ്കര്യോത്താവിന്റെ ഹൃദയത്തിൽ അവരെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ, ഇനിയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കേണ്ട, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാനപാത്രത്തിൽ വെള്ളം പകർന്ന ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരിക്കുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ശ്രദ്ധിക്കുക, നമ്മുടെ ഈ എപ്പിസോഡിലെ ചിന്താഭാഗം എന്ന് പറയുന്നത് ശിഷ്യത്വത്തിൽ വെളിപ്പെടുന്ന ക്രിസ്തു ഭാവം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, അർത്ഥാൽ ദാസനായി മാറി. ആ യേശുവിന്റെ ദാസത്വത്തെ വെളിപ്പെടുത്തിയ ഒരു സന്ദർഭമാണ് ശിഷ്യന്മാരുമായിട്ട് യേശു അത്താഴം കഴിക്കുന്ന സമയത്ത്. അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്യുകയാണ്? വസ്ത്രമൂരി വെച്ചു. ഇവിടെ വസ്ത്രം ഊരി വെക്കുക എന്ന് പറയുന്നത് കൊണ്ട് വിവസ്ത്രനായി എന്നുള്ള അർത്ഥത്തിലല്ല. യഹൂദന്മാരുടെ വസ്ത്രധാരണ രീതി നമ്മൾ മനസ്സിലാക്കിയാൽ അറിയാം, അവർക്കൊരു വലിയ
കോട്ട് പോലെയുണ്ട്, അതിൻ്റെ മീതെ ഒരു ഓവർ കോട്ട് ധരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഊരി വെച്ചു എന്നുള്ള ഭാഗത്തിൽ നമ്മൾ അർത്ഥമാക്കുന്നത്. അങ്ങനെ വസ്ത്രം ഊരി വെച്ചിട്ട് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിരിക്കുന്ന തുവർത്ത് കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കുക, യേശുവിനോടൊപ്പം സഞ്ചരിച്ചതായിരിക്കുന്ന ശിഷ്യന്മാരിൽ ഒരുവൻ പീഠത്തിൽ ഇരിക്കുന്നു. എന്തു പറഞ്ഞാലും അതേപടി അനുസരിക്കുവാൻ തൽപരരായിരിക്കുന്ന ഒരുപറ്റം ശിഷ്യഗണങ്ങൾ തനിക്കുള്ളതായ ശ്രേഷ്ഠ ഗുരുവായിരിക്കുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ ഒരുവനായിരിക്കുന്ന ഒരുവന്റെ കാൽപാദത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ശിഷ്യൻ ഒരു ഉയർന്ന പീഠത്തിലും യേശു താഴെയും ഇരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഒരു ദാസ മനോഭാവം യേശുവിൽ കാണുകയാണ് നമ്മൾ. സത്യത്തിൽ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മളാരും താഴുവാൻ തയ്യാറാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വേണമെങ്കിൽ ഗുരു എന്നുള്ളതായിരിക്കുന്ന ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ആജ്ഞ അല്ലെങ്കിൽ കൽപ്പന പുറപ്പെടുവിക്കുവാൻ തക്ക നിലയിലുള്ള അധികാരം കയ്യിലുള്ളതായ ഒരു ഗുരു എന്ന നിലയിൽ യേശുവിനോട് പറയാൻ ശിഷ്യന്മാരോട് എൻ്റെ കാലുകൾ കഴുകുക. പക്ഷേ യേശുവിൽ വെളിപ്പെടുന്ന ദാസത്വത്തിൻ്റെ ആ സ്വഭാവം തന്നെ അനുഗമിക്കുന്ന ഒരുപറ്റ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കേണ്ടതിന് ആ ദാസ മനോഭാവം വാക്കുകളിലൂടെയല്ല, യേശു പ്രവൃത്തിയിലൂടെ അത് കാണിച്ചു കൊടുക്കുകയാണ്. ശിഷ്യൻ പീഠത്തിലിരിക്കുമ്പോൾ യേശു ആ ശിഷ്യന്റെ കാൽപാദത്തിൽ ഇരുന്നു കൊണ്ട് പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്റെ കാല് കഴുകുകയും അരയിൽ ചുറ്റി തുവർത്തുകൊണ്ട് ആ ശിഷ്യന്റെ കാല് തുടയ്ക്കുകയും ചെയ്യും. ഈ ഒരു മനോഭാവം വളരെ അപൂർവമായിട്ട്, അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ആ മനോഭാവത്തെ ഇവിടെ പ്രദർശിപ്പിക്കുക. ഇപ്പോൾ ക്രിസ്തീയ ശിഷ്യത്വത്തിൽ വെളിപ്പെടുന്ന, നമ്മൾ കാണേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു ക്രിസ്തു മനോഭാവമുണ്ട്. ആ മനോഭാവങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് ദാസൻ എന്നുള്ളൊരു മനോഭാവമാണ്. ലോകത്തിൽ ധാരാളം ശിഷ്യന്മാർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല നിരത്തിൽ, പല മേഖലകളിൽ, പല ഗുരുക്കന്മാരുടെ കീഴിൽ ധാരാളം ശിഷ്യന്മാർ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു മനോഭാവമുള്ള ഒരു ഗുരുവിനെയോ ഒരു ശിഷ്യനെയോ നമ്മൾ കണ്ടിട്ടേയില്ല, അല്ലെങ്കിൽ കാണാൻ നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ ക്രിസ്തീയ ശിഷ്യത്വത്തിൽ വെളിപ്പെടുന്ന ഒന്നാമത്തെ ക്രിസ്തു മനോഭാവം എന്ന് പറയുന്നത് ദാസനായി മാറുക, അല്ലെങ്കിൽ ദാസൻ എന്നുള്ള മനോഭാവമാണ്. യേശു അതിവിടെ പ്രവൃത്തിയിൽ അത് കാണിച്ചു കൊടുക്കുകയാണ്. ആ വാക്യങ്ങൾ തുടർന്നും താഴേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ കാല് കഴിയ ശേഷം യേശു പത്രോസിന്റെ കാല് തുവർത്തി കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുന്നൊരു ഭാഗമുണ്ട്. 6-ാമത്തെ വാക്യം, അവൻ ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്ന നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം, നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാതിരുന്നാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഒരു ഗുരു ഒരു ശിഷ്യന്റെ കാല് കഴുകുന്നത് തടസ്സം ചെയ്യുന്നതായ പത്രോസ് ഒരിക്കലും അത് പാടില്ലെന്ന് പറഞ്ഞത് യേശുവിനെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ യേശു പറയുന്നില്ല, ഞാൻ നിന്റെ കാൽ കഴുകുന്നില്ല എങ്കിൽ എന്താ കർത്താവ് പത്രോസിനോട് പറയുന്നത്? നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറയുകയാണ്. അപ്പോൾ ഗുരുശിഷ്യ ബന്ധത്തിലെ ഉദാത്തവും ഉന്നതവുമായിരിക്കുന്ന ഒരു മാതൃക യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിലൂടെ, അല്ലെങ്കിൽ യേശുവിന്റെ മനോഭാവത്തിലൂടെ തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് യേശു പകർന്നു കൊടുക്കുകയാണ്. ഇങ്ങനെ ആയിരിക്കണം നിങ്ങളെല്ലാവരും. നമ്മൾ ഈ ക്ലാസിന്റെ ആരംഭകാല ദിവസങ്ങളിൽ പഠിച്ചു, എന്താണ് ശിഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം? ഗുരുവിൽ നിന്ന് പഠിക്കുന്നവനാണ് ശിഷ്യൻ.
അങ്ങനെയെങ്കിൽ ഗുരുവിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കുന്നവരുണ്ട്, ചില തിയറികൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ജീവിതത്തെ പഠിക്കുവാൻ, പ്രാക്ടിക്കലായിട്ട് പഠിക്കുവാൻ പലപ്പോഴും പലർക്കും കഴിയുന്നില്ല. എന്നാൽ ഇവിടെ യേശുവിൽ നിന്ന് തിയറിറ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും നല്ല പഠനമാണ്, നല്ല ടീച്ചിങ് ആണ് തൻ്റെ ശിഷ്യന്മാർക്ക് യേശു കൊടുക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ ശിഷ്യത്വത്തിൽ വെളിപ്പെട്ടു വരുന്ന ക്രിസ്തു മനോഭാവത്തെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അവതരിപ്പിക്കാതെ പ്രവൃത്തി കൊണ്ട് കർത്താവ് ശിഷ്യന്മാർക്ക് അത് കാണിച്ചു കൊടുക്കുകയാണ്. ആ സംഭവമാണ് യോഹന്നാൻ 13:1 മുതൽ നമ്മൾ വായിപ്പാനിടയായി തീർന്നത്. അങ്ങനെ പത്രോസിന്റെ കാൽ കഴുകാൻ നേരവും പത്രോസ് അത് വിലക്കിയെങ്കിലും കർത്താവ് പറയുന്നു, നിന്റെ കാൽ കഴുകുവാൻ സമ്മതിക്കാതിരുന്നാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ആ ഒരു വാക്ക് കേട്ട മാത്രയിൽ പത്രോസ് ഉള്ളത്തിൽ ദുഃഖിച്ചു. പത്രോസിന്റെ അടുത്ത മറുപടി ശ്രദ്ധിച്ചാൽ വളരെ രസകരമായിട്ട് നമുക്ക് തോന്നും. അതെങ്ങനെയാണ് പറയുന്നത്? 9-ാമത്തെ വാക്യം, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പോൾ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് യേശു പറഞ്ഞ മാത്രമേ തന്നെ ആ ഒരു ബന്ധം അറ്റുപോകാൻ പാടില്ല. ശ്രേഷ്ഠ ഗുരുവായിരിക്കുന്ന യേശുവിൽ നിന്ന് ഒരിക്കലും താൻ ഒഴിവാക്കപ്പെടാൻ പാടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് പത്രോസ് പറയാം, അങ്ങനെയെങ്കിൽ എൻ്റെ കാലുകൾ മാത്രമല്ല, എന്നെ നന്നായി മുഴുവനായിട്ട് കഴുകണമെന്നുള്ള ഒരു മനോഭാവത്തോടുകൂടെ യേശുവിനെ പത്രോസ് സമീപിക്കുക. എന്നാൽ കർത്താവ് പറയുന്നത് 10-ാമത്തെ വാക്കിൽ, യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാൽ അല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവൻ ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എല്ലാവരും അല്ലതാനുമെന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കൊണ്ട് അത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. ഇനി 12-ാമത്തെ വാക്യങ്ങൾ ശ്രദ്ധിക്കാം. അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നതെന്ന് അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകുമെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ആ ഒരു പ്രധാന വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? കാൽ കഴുകേണ്ടതാകുന്നു. നോക്കിക്കേ, ദാസ മനോഭാവത്തെ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രവൃത്തിയിലൂടെ പ്രദർശിപ്പിച്ച അനന്തരമായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു നല്ല പഠിപ്പിക്കലുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ടീച്ചിങ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ അത് പ്രാവർത്തികമാക്കണം എന്ന് പറഞ്ഞാൽ ഒരുവനെ അല്പം ഒരു തടസ്സം നേരിട്ടു, ദയവായി ക്ഷമിക്കുക. മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുന്ന മനോഭാവം ഇവിടെ നമുക്ക് കാണാൻ കഴിയുകയാണ്. തമ്മിൽ നിങ്ങളത്. അപ്പോൾ യേശു ഈ മാതൃക ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴും യേശു എന്ന ശ്രേഷ്ഠ ഗുരു തൻ്റെ ശിഷ്യന്മാരിലൂടെ അവർ ചെയ്ത് കാണുവാൻ ആഗ്രഹിച്ചത് മറ്റുള്ളവനെ ശ്രേഷ്ഠ നേടുക മാത്രമല്ല, താൻ ഒരു ദാസനെ പോലെ ഒരുവൻ മറ്റുള്ളവനെ ശുശ്രൂഷ ചെയ്യണമെന്നുള്ളത് തന്നെയാണ്. അതാണ് യേശു കർത്താവിൽ കാണുന്ന ആ മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കുക ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ എന്ത് ചെയ്തു? ദാസരൂപമെടുത്തു. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അടുത്ത് നമ്മൾ ക്രിസ്തുവിൽ കാണുന്ന മനോഭാവം, തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി. ആര്? സാക്ഷാൽ ദൈവമായിരുന്നവൻ ആ സമത്വം മാറ്റിവെച്ചു, ദൈവത്തോടുള്ളതായ തുല്യത മാറ്റിവെച്ച് ദാസരൂപം എടുത്തു. വീണ്ടും ഇത് കാണുന്നത് മനുഷ്യ സാദൃശ്യത്തിലായി. ചില അവസരങ്ങളിൽ നാം മനുഷ്യരായി മാറണം.
ഏതൊരു മേഖലയിലും ഒരു മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഇവിടെ ഒരുപക്ഷെ ദൈവത്വത്തിൽ നിന്നുള്ളതായ ഒരു ചേഞ്ച്, ചിലൊരു മനുഷ്യനായി മാറുന്ന അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നെങ്കിലും നമ്മുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ ചില മേഖലയിലൊക്കെ നമ്മൾ മനുഷ്യരായി മാറണം. മറ്റുള്ളവൻ്റെ വേദന അറിയുവാൻ, അല്ലേ? ദൈവം മനുഷ്യനായി മാറിയതുകൊണ്ടാണ് നമ്മുടെ വേദനകൾ കർത്താവ് ഏറ്റെടുക്കാൻ ഇടയായി തീർന്നത്. ദുഃഖിക്കുന്നതോടുകൂടെ അവൻ ദുഃഖിച്ചു, കരയുന്നതോടുകൂടെ അവൻ കരഞ്ഞു, വേദനിക്കുന്നതോടുകൂടെ അവൻ വേദന പങ്കിട്ടു. വിശക്കുന്നവരുടെ വിശപ്പ് തിരിച്ചറിഞ്ഞ് അവർക്ക് ആഹാരം കൊടുത്തു. രോഗത്തിൻ്റെ കാഠിന്യം പേറിയ എത്രയോ ആളുകളുടെ രോഗത്തെ സൗഖ്യമാക്കി. ഇതെല്ലാം ദൈവമായിരുന്ന സാക്ഷാൽ കർത്താവായ യേശു മനുഷ്യനായി മാറിയതുകൊണ്ടാണ് അത് നമുക്കൊക്കെ പ്രാപിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ക്രിസ്തീയ ശിഷ്യത്വത്തിലും ക്രിസ്തുവിൻ്റെ മനോഭാവമായിരിക്കുന്ന ദാസൻ എന്നുള്ള മനോഭാവം മാത്രമല്ല, നാം മനുഷ്യരായി മാറണം, മനുഷ്യനായി തീരണം, മനുഷ്യ സാദൃശ്യത്തിലായി. അടുത്ത വാക്കിലേക്ക് വരുമ്പോൾ, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. അടുത്ത വാചകം തന്നെത്താൻ താഴ്ത്തി എന്നുള്ളതാണ്. ക്രിസ്തീയ ശിഷ്യത്വത്തിൽ നാം ഒരു ശിഷ്യനായി യേശുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യൻ എന്ന നിലയിൽ ചില സന്ദർഭങ്ങൾ, ചില എന്നല്ല, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു താഴ്മ ഉണ്ടായിരിക്കണം. ഒരിക്കലും ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, എപ്പോഴും ശിഷ്യൻ ഗുരുവിന് താഴെയാണ്. അപ്പോൾ ഏതൊരു രംഗത്തും ഏതൊരു സാഹചര്യത്തിൽ നമ്മൾ താഴ്മയുള്ളവരായി മാറിയെങ്കിൽ മാത്രമേ ആ ക്രിസ്തു സ്വഭാവം നമ്മുടെ ശിഷ്യത്വത്തിലൂടെ മറ്റുള്ളവർക്ക് അത് പ്രകടമായി കാണുവാൻ കഴിയുകയും. ഇന്ന് പലരുടെയും പോക്ക് കണ്ടാൽ അവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണോ എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിലാണ് അവരുടെ പോക്ക്. എന്നാൽ മറിച്ചൊരു താഴ്മ ജീവിതത്തിൽ അവൻ പ്രകടമാക്കിയാൽ, വെളിപ്പെടുത്തിയാൽ മറ്റുള്ളവർ പറയും അവൻ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു ശിഷ്യനാണ്. ക്രിസ്തു ശിഷ്യനായതെങ്കിൽ മാത്രമേ അവൻ ആ താഴ്മ വെളിപ്പെടുകയുള്ളൂ. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്, തന്നെത്താൻ താഴ്ത്തി. എന്തിനാണ് കർത്താവ് അത് ചെയ്തത്? അത് നമുക്ക് കാണിക്കുന്ന, നമുക്ക് കാട്ടിത്തന്നൊരു മനോഭാവമാണ്, ഒരു ഭാവമാണ്, ഒരു മാതൃകയാണ് തന്നെത്താൻ താഴ്ത്തുക എന്ന് പറയുന്നത്. ഒരിക്കൽ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയ രണ്ടുപേരെ നമ്മൾ കാണുന്നുണ്ട്, സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഒരുത്തൻ ചുങ്കക്കാരൻ, ഒരുത്തൻ പരീശൻ. പരീശൻ നിന്നുകൊണ്ട് താൻ ചെയ്ത നല്ല കാര്യങ്ങളെയൊക്കെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ വാചാലനായി അവൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോലും കണ്ണുകൾ ഉയർത്തുവാൻ പോലും യോഗ്യതയില്ലാതെ ചുങ്കക്കാരൻ മാർത്തടിച്ച് നിലവിളിക്കുക. അവൻ പറയുന്ന വാക്കുകൾ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ, പിതാവ് എന്ന് പോലും സംബോധന ചെയ്യുവാൻ കഴിയാതെ വണ്ണം അത്രമേൽ പാപിയായി തീർന്ന ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ഒടുവിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പരീശൻ തന്നെത്താൻ നീതീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുറവുകളെ ഏറ്റുപറഞ്ഞ്, കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ഈ ചുങ്കക്കാരനായ പാപിയ മനുഷ്യൻ ദൈവസന്നിധിയിൽ വാവിട്ട് മാർത്തടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ കർത്താവ് അവിടെ കൊടുക്കുന്ന മറുപടി എന്താണ്? തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. എന്താണ് അവിടെ സംഭവിച്ചത്? പരീശൻ തന്നെത്താൻ പുകഴ്ത്തി പറഞ്ഞു, തന്നെത്താൻ ഉയർത്തി പറഞ്ഞു. ആ ഉയർച്ച അവൻ്റെ നാശത്തിനായിരുന്നു, അവൻ്റെ അധോഗതിയായിരുന്നു അവന്. എന്നാൽ ഉയർത്തി പറയാൻ ഒന്നുമില്ലാതിരുന്ന ചുങ്കക്കാരൻ, തൻ്റെ ജീവിതത്തിൽ ഒരു ശ്രേഷ്ഠതയും തനിക്ക് അവകാശപ്പെടുവാനില്ല. തൻ്റെ കുറവുകൾ അംഗീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച നിമിഷം യേശു അവനെക്കുറിച്ച് പറയുകയാണ്, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. അപ്പോൾ ക്രിസ്തീയ ശിഷ്യത്വത്തിൽ, ക്രിസ്തു മനോഭാവങ്ങളിൽ നമുക്ക് പ്രാപിച്ചെടുക്കേണ്ട, നമുക്ക് ആർജിച്ചെടുക്കേണ്ട മറ്റൊരു സ്വഭാവമാണ് തന്നെത്താൻ താഴ്ത്തുക എന്ന് പറയുന്നത്. പല മേഖലകളിൽ, ആത്മീക മേഖലകളിൽ, ക്രിസ്തീയ മേഖലകളിലൊക്കെ പലപ്പോഴും ഈ തന്നെത്താൻ താഴ്ത്തുക എന്ന് പറയുന്ന ആ മനോഭാവം പോയി മറഞ്ഞു കഴിഞ്ഞു. അതിനാരും മുഖവിലേക്ക് എടുക്കുന്നില്ല. പകരം അവിടെ എങ്ങനെ ആളാകാം,
അവിടെ എങ്ങനെ 10 പേരുടെ മുമ്പിൽ ഉയരാം എന്നുള്ള ചിന്തയാണ് ഇന്നത്തെ ആത്മീയ ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എവിടെയൊക്കെ താഴുവാൻ തയ്യാറായിട്ടുണ്ടോ അവിടെ എല്ലാം അങ്ങനെയുള്ളവരെ നിശ്ചയമായും ദൈവം ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ യേശുവിനെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത് അവൻ തന്നെത്താൻ താഴ്ത്തി. അടുത്ത ഭാഗം വായിക്കുന്നു, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ക്രിസ്തീയ ശിഷ്യത്വത്തിൽ നമ്മൾ കാണുന്ന ക്രിസ്തു മനോഭാവങ്ങളിലെ അടുത്ത മനോഭാവം, അടുത്ത സ്വഭാവം എന്ന് പറയുന്നത് അനുസരണം എന്നുള്ളതാണ്. തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണം ഉള്ളവനായി മാറി. അനുസരണമുള്ള ഒരു ശിഷ്യന് മാത്രമേ എന്തെങ്കിലുമൊക്കെ നേടുവാൻ കഴിയൂ. അവനാണ് ശരിക്കും ശിഷ്യൻ എന്ന് പറയുന്നത്, ഗുരുവിനെ അനുസരിക്കുന്നത്. ഇവിടെ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ തൻ്റെ ജനത്തിനു വേണ്ടി തന്നെത്താൻ അർപ്പണം ചെയ്യുന്ന ഒരു കർത്താവിനെ നമ്മളിവിടെ കാണുകയാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ചും അങ്ങനെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്ന ഒരു മനോഭാവം. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അനുസരിക്കുന്ന ഒരു ശിഷ്യനെ മാത്രമേ ഗുരുവിന് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അവനോട് വല്ലാത്തൊരു സ്നേഹമുണ്ടാകും ഗുരുവിന്. അനുസരിക്കുക. അപ്പോൾ അനുസരിക്കുന്ന ഒരു കർത്താവിനെ നമ്മളിവിടെ കാണുകയാണ്. ഒരിക്കലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശിഷ്യന്മാരെല്ലാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആക്കിയിട്ട് കർത്താവ് ഒരു കല്ലേറ് ദൂരത്ത് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ യേശു ഇങ്ങനെ പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണം. അങ്ങനെ വേണമെങ്കിൽ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പിതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് അത് നീങ്ങിപ്പോകുമായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനയെ തീരുന്നതിന് മുമ്പ് കർത്താവ് ആ പ്രാർത്ഥന തിരുത്തി പ്രാർത്ഥിക്കുകയാണ്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. നോക്കുക, അനുസരിക്കുന്ന ഒരു ശിഷ്യനിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഭാവം ഇതാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക്, സ്വന്തം ഇച്ഛകൾക്ക്, സ്വന്തം ആഗ്രഹങ്ങൾക്ക് നിൽക്കുന്നവനല്ല. തൻ്റെ ആഗ്രഹങ്ങളെക്കാൾ ഉപരിയായി അവരെൻ്റെ ഇഷ്ടമെന്തോ അതിനുവേണ്ടി നിൽക്കുക. യേശു കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുക, എൻ്റെ ഇഷ്ടമല്ല പിതാവേ, അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ച് അനുസരണയോടുകൂടെ തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു കർത്താവിനെ നമ്മളവിടെ കാണുകയാണ്. അപ്പോൾ ക്രൂശിലെ മരണത്തോളം യേശു അനുസരണമുള്ളവനായി മാറി. അടുത്ത വാക്യം വായിക്കുന്നു, 9-ാമത്തെ വാക്യം, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. അപ്പോൾ ക്രിസ്തുയേശു നമുക്ക് കാണിത്തന്ന ആ മനോഭാവം അല്ലെങ്കിൽ ആ സ്വഭാവം യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ നാം നമ്മുടെ ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കിയ, അത് പ്രവൃത്തിപഥത്തിൽ അത് കൊണ്ടുവന്നാൽ, ഏത് ദാസനായി മാറുന്ന അനുഭവം, മനുഷ്യനായി തീരുന്ന അനുഭവം, തന്നെത്താൻ താഴ്ത്തുന്നൊരു അനുഭവം, അനുസരണമുള്ളതായ ഒരു ശിഷ്യനായി മാറുന്ന അനുഭവം, ഇതൊക്കെ ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രകടമായി വെളിപ്പെട്ടാൽ നിശ്ചയമായും ഒരു ഉറപ്പുണ്ട്. 9-ാമത്തെ വാക്യം, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അങ്ങനെ വന്നാൽ നമ്മെ ദൈവം ഉയർത്തുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഈ എപ്പിസോഡിൽ പഠിച്ചൊരു ഭാഗം ക്രിസ്തീയ ശിഷ്യത്വത്തിൽ വെളിപ്പെടുന്ന ക്രിസ്തു മനോഭാവം എന്തൊക്കെ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഒരു ഉയർച്ച നമ്മൾ പ്രാപിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഉയർച്ച പ്രാപിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, വളഞ്ഞ വഴികളൊന്നും നമ്മൾ പോകണ്ട, കുറുക്ക് വഴികളൊന്നും അതിനില്ല. ഈ ഒരു മാതൃക ശ്രദ്ധിച്ച് തന്നെത്താൻ താഴ്ത്തുന്ന, അനുസരിക്കുന്ന ദാസന്റെ മനോഭാവത്തോടുകൂടെ ഒരു മനുഷ്യനായി മാറിയ അനുഭവത്തോടുകൂടെ നിന്നാൽ, പ്രവർത്തിച്ചാൽ കർത്താവ് നിശ്ചയമായി നമ്മെ ഉയർത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ആകയാൽ ഇന്ന് രാത്രിയിൽ ഈ ക്ലാസ്സിൽ സംബന്ധിച്ച് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക്
ഈ ആഴ്ചയിലും ഇങ്ങനൊരു അവസരം തിരുവചനം പങ്കുവയ്ക്കുവാൻ ഒരുക്കി തന്ന ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രൈം മിനിസ്ട്രിയുടെ ഈ ഫേസ്ബുക്ക് പേജിൻ്റെ മുഖ്യ അഡ്മിനായിരിക്കുന്ന ബഹുമാനായിരിക്കുന്ന തോമസ് ചെറിയാൻ അവരോടും മറ്റെല്ലാ ശുശ്രൂഷ മേഖലയിലായിരിക്കുന്ന അധിക ഔദ്യോഗിക സ്ഥാനത്തായിരിക്കുന്ന കർത്തൃദാസന്മാരുള്ളതായ ഹൃദയമായിരിക്കും നന്ദിയും പ്രകാശിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ചൊവ്വാഴ്ച ഇതേ സമയം കണ്ടുമുട്ടാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.